ഇന്നലെ സ്കൂൾ മാനേജ്മെൻറ്റും പേരൻറ്റും തമ്മിൽ ഏകദേശം അമിക്കബിളി സെറ്റിലായ ഒരു സബ്ജക്റ്റിലാണ് വിദ്യാഭ്യാസ മന്ത്രി ആക്ഷൻ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള വിഷയം എങ്ങനെ മനോഹരമായി പരിഹരിക്കാമോ ആ രീതിയിൽ അത് മനോഹരമായി പരിഹരിക്കുന്ന ഒത്തുതീർപ്പാകുന്ന ഒരു സമയത്ത് കുഞ്ഞിൻ്റെ പിതാവ് തന്നെ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി, എനിക്ക് സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ താല്പര്യമില്ല, ഞാൻ ഈ സ്കൂളിൽ എൻ്റെ കുഞ്ഞിനെ തുടർന്നും പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. സോ ഞാൻ എൻ്റെ കുഞ്ഞ് ഇനി വർഗീയത ആളിക്കത്തിക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ കുഞ്ഞിൻ്റെ പേര് പറഞ്ഞ് വർഗീയത ആളിക്കത്തിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം ഓപ്പണായി പത്രസമ്മേളനം നടത്തിയതിന് ശേഷമാണ് പബ്ലിക്കായിട്ട് ഒരു നോട്ടീസോ ഡിറക്ഷനോ ഓർഡറോ ഇന്നലെ വരെ നൽകാതെ ഇന്ന് രാവിലെ 9:15 ഇത്തരത്തിലൊരു നോട്ടീസ് കം ഓർഡർ നമുക്കിവിടെ മാനേജ്മെൻറ്റിന് റിസീവ് ചെയ്യുന്നത്. ആൻഡ് ഈ കാര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് അബ്സല്യൂട്ട്ലി ഇൻകറക്റ്റ് ആണെന്നുള്ളത് കേരള ഹൈക്കോടതിയുടെ വിധികളും കർണാടക ഹൈക്കോടതിയുടെ വിധികളും പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങളെ യാതൊരു രീതിയിലും പഠിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാക്കുന്ന നോട്ടീസാണ് അദ്ദേഹത്തിൻ്റേത്. കാരണം അദ്ദേഹം പറയുന്നത് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നാണ്. ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടില്ല. ഈ കുട്ടി 7th, 8th, 10th ഈ സ്കൂളിൽ ഉണ്ടായിരുന്നു. ഈ സ്കൂളിൽ ഈ കുട്ടി ഹാജരാകുകയും ഹിജാബ് ധരിച്ച് ഹാജരായ കുഞ്ഞ് ഈ സ്കൂളിലെ ആർട്സ് ഡേ അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്ന വിഷ്വൽസ് ഇവിടെ സ്കൂൾ മാനേജ്മെൻറ്റിന് അവൈലബിൾ ആണ്. സോ ഈ വിവരങ്ങളൊന്നും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. And other Muslim parents have come to this school and complained stating that അവരുടെ കുഞ്ഞുങ്ങളോട് ഹിജാബ് ധരിച്ച് സ്കൂളിൽ ചെല്ലാൻ നിർബന്ധമായും ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അവർക്കതിൽ ബുദ്ധിമുട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ ഇതുവരെ ഹിജാബ് ധരിച്ചല്ല സ്കൂളിൽ വന്നിരിക്കുന്നത്. സോ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, പ്രഷർ ഉണ്ടാക്കുന്നു എന്ന് വന്ന് പരാതി പറഞ്ഞ പേരൻസിൻ്റെ വിഷ്വൽസ് അടക്കം നമുക്കുണ്ട്. സോ ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു follow the law of the land, the law of the court. സോ ഇതിനകത്ത് ഒരു അബ്സല്യൂട്ട്ലി ഇല്ലീഗലായ അബ്സല്യൂട്ട്ലി പെർവേഴ്സായ കാര്യങ്ങൾ പഠിക്കാത്ത ഒരു ഓർഡറിലേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി കടന്നിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ആ സ്റ്റാൻഡ് മാറ്റിയേ മതിയാവും. അതല്ല മാറ്റർ അമിക്കബിളി സെറ്റിൽഡ് ആണെങ്കിൽ കുട്ടിയുടെ പിതാവിനുമായി സംസാരിച്ച് സ്കൂൾ മാനേജ്മെൻറ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വിദ്യാഭ്യാസ മന്ത്രി കാര്യങ്ങൾ പഠിക്കാതെ അവതരിപ്പിച്ചത്? അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ. ഐ എം നോട്ട് ഹിയർ ടു സേ പൊളിറ്റിക്സ്, ഐ എം ഹിയർ ടു സേ ദ ലോ. തീർച്ചയായിട്ടും അതൊരു നോട്ടീസ് കം ഓർഡർ ആണ്. നോട്ടീസ് ഉണ്ട് അതിനകത്ത്. ആൻഡ് ദെൻ ഒരു അഡ്വേഴ്സ് ഫൈൻഡിങ് ഉണ്ട് സ്കൂൾ അതോറിറ്റീസിന് എഗെയിൻസ്റ്റ്, വിച്ച് ഈസ് എഗെയിൻസ്റ്റ് ദ ഫാക്ച്വൽ ബേസിസ് ഓഫ് ദ കേസ്. ഫാക്ച്വലി അത്തരത്തിലൊരു ഇവൻറ്റ് ഈ സ്കൂളിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അപ്രീഷ്യബിളായ അഡ്മയറബിളായ കാര്യം. കാരണം സ്കൂൾ ഒരിക്കലും മാനേജ്മെൻറ്റ് ഈ കുഞ്ഞിനോട് അപമര്യാദയെ പെരുമാറുകയോ കുഞ്ഞിനെ വേദനിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇറ്റ് ഇസ് ബിറ്റ്വീൻ എ മദർ ആൻഡ് ചൈൽഡ്. നോട്ടീസിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, കുട്ടി ഇനി ഇതുപോലെ ശിരോവസ്ത്രം ധരിച്ചു വന്നാൽ സ്കൂളിൽ പഠിക്കാൻ അവസരം കൊടുക്കണമെന്നാണ്. അതിലാണല്ലോ ഒരു തർക്കം ഇരിക്കുന്നത്. അത് ലെറ്റ് ദ കോർട്ട് ഡിസൈഡ് ഓൺ ഇറ്റ്. കാരണം അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ആ ഒരു ഡയറക്ഷൻ ഫോളോ ചെയ്യണോ വേണ്ടിയോ എന്നുള്ളത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഡിസിഷനാണ്. സ്കൂൾ മാനേജ്മെന്റ് എന്തായാലും ഒരു നോട്ടീസിൽ അഡ്വേഴ്സ് ഫൈൻഡിങ് ഉള്ള സ്ഥിതിക്ക് അത് ഞങ്ങളുടെ ഭാഗം ഇതാണ് എന്ന് സ്ഥാപിക്കേണ്ടത് സ്കൂൾ മാനേജ്മെന്റിന്റെ ക്ലിയർ ഡിസ്റ്റിങ്ഷനിൽ വരുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഡറിന് ഇല്ലീഗൽ ആണെന്നോ ആർബിട്രറി ആണെന്നോ തോന്നിക്കഴിഞ്ഞാൽ who is the authority to decide on? It is the court.